ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് 2024 ജനുവരി മാസം 14 തീയതി ഞായറാഴ്ച. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. മോർണിംഗ് പ്രേയറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനെ ഈ പ്രഭാതത്തിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ കഴിഞ്ഞ ഒരു രാത്രി പരിപാലിച്ചു, സൂക്ഷിച്ചു, കരുതി, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിഞ്ഞു. ആമേൻ. കർത്താവിൻ്റെ എല്ലാ സ്നേഹത്തെയും ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ. കർത്താവിൻ്റെ കരുതൽ എത്ര വലുതാണ്. ആമേൻ. ഈ പ്രഭാതം കാണുവാൻ അനേകർക്ക് കഴിയാതെ ഇരിക്കുമ്പോൾ പുതിയൊരു പ്രഭാതത്തെ ആമേൻ സ്വീകരിക്കുവാൻ, ആമേൻ, ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ വലിയ ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അധരം തുറന്ന്, ഹൃദയം തുറന്ന്, ആത്മനിറവിൽ ചില മിനിറ്റുകൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ വാഗ്ദത്ത വചനം, ആമേൻ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനം. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുന്നത് നമുക്കൊരനുഗ്രഹമാണ്. ദൈവവചനം വായിക്കുന്നത് നമുക്കൊരനുഗ്രഹമാണ്. വായിച്ച് കേൾപ്പിക്കുന്നത് നമുക്കൊരനുഗ്രഹമാണ്. വായിച്ചത് കേൾക്കുന്നത് നമുക്കൊരനുഗ്രഹമാണ്. ആമേൻ. കേൾക്കുന്ന വചനം, ആമേൻ, അനുസരിക്കുന്നത്, ആമേൻ, അത് വളരെ വളരെ അനുഗ്രഹമാണ്. ഈ തലമുറയിൽ അനുസരണം എന്ന ആ വാക്ക് അധികം പ്രസക്തിയില്ലാത്തതായി തീർന്നിരിക്കുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. അനുഗ്രഹത്തിൽ മറഞ്ഞിരിക്കുന്നത് അനുഗ്രഹമാണ്. ആമേൻ. അനുസരണത്തിൽ മറഞ്ഞിരിക്കുന്നത് അനുഗ്രഹമാണ്. ആമേൻ. അനുഗ്രഹമാണ് അനുസരിക്കുന്നത്. അനുസരണത്തിൽ മറഞ്ഞിരിക്കുന്നത് അനുഗ്രഹമാണ്. ഈ പ്രഭാതത്തിൽ ആരോടൊക്കെയോ, ആമേൻ, ആത്മനിയോഗത്തോടെ എൻ്റെ ഉള്ളിൽ തന്ന കർത്താവിൻ്റെ നിയോഗപ്രകാരം പറയുകയാണ്, അനുസരണത്തിൽ നിൻ്റെ അനുഗ്രഹം മറഞ്ഞിരിപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ അപ്പനെ അനുസരിക്കാം, അമ്മയെ അനുസരിക്കാം, ആമേൻ, ദൈവദാസന്മാരെ അനുസരിക്കാം, അധ്യാപകരെ അനുസരിക്കാം, ആമേൻ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ അനുസരിക്കാം, കർത്താവിനെ അനുസരിക്കാം, ദൈവത്തെ അനുസരിക്കാം. അനുസരണം എന്നും ഒരനുഗ്രഹത്തിൻ്റെ, ആമേൻ, നീർച്ചാലാണ്, അനുഗ്രഹത്തിൻ്റെ ചാലാണ്. ആമേൻ. ദൈവത്തിന് സ്വന്തം അനുസരണം എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഒരനുസരണത്തിൻ്റെ പകലായി, അനുഗ്രഹത്തിൻ്റെ പകലായി സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തെ മാറ്റട്ടെ എന്ന്, ആമേൻ, ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ദൈവവചനം കേൾക്കുന്നതും അനുസരിക്കുന്നതും ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹം നമ്മൾ തേടി പോവുകയല്ല, മറിച്ച് അനുഗ്രഹം നമ്മെ തേടി വരികയാണ് വേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ അതിനെ അന്വേഷിച്ചു പോവുകയല്ല, മറിച്ച് അത് എന്നെ പിന്തുടരുകയാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ദൈവത്തെ പിന്തുടരുന്നാൽ മതി. ദൈവത്തെ പിന്തുടരുന്നവരോട്, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരോട്, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവരോട്, ആമേൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, ആമേൻ, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടയായിത്തീരുകയാണ്. ആമേൻ. പണ്ട് കാലത്ത് മഴ പെയ്യുന്നതിന് മുമ്പ് കൃഷി ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം, അവർ ചില ചാലുകൾ വെട്ടിയിടുവാനിടയാകും. എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അത് കാണുമ്പോൾ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല എൻ്റെ ചെറുപ്രായത്തിൽ.
എന്നാൽ മഴ പെയ്യുന്ന സമയത്ത് അവർ വെട്ടിയ ചാലിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ മഴ പെയ്യുന്നതിന് മുമ്പ് അവരുടെ കൃഷിക്ക് നാശം വരാതിരിക്കാൻ ആമേൻ വെള്ളം ഒഴുകാൻ വേണ്ട ഒരു ചാല് വെട്ടിയിടുവാൻ ആ കർഷകൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നത് കൊണ്ട് ആമേൻ തൻ്റെ കൃഷിയൊന്നും നഷ്ടമാക്കാതെ ആമേൻ പെയ്തിറങ്ങുന്ന വെള്ളം ആ ചാലിലൂടെ ഒഴുകിപ്പോകുന്ന കാഴ്ച ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചില ചാലുകൾ വെട്ടുവാനുള്ള പകലാണ് ഇന്ന് പകൽ. ആമേൻ നിനക്ക് എതിരെ കയറി വരുന്ന പ്രതിയോഗിയുടെ ആമേൻ സകല പ്രതികൂലങ്ങളെയും ഒഴുക്കിക്കളയുവാൻ തക്കവണ്ണം ആമേൻ ചില ചാലുകൾ വെട്ടിയിടുവാൻ ഇന്ന് പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ കരങ്ങളെ ബലപ്പെടുത്തുവാനായിട്ടിടയായി തീരട്ടെ. ആമേൻ. കർത്താവിൻ്റെ കൃപയുടെ കരം അത് ശക്തിയോടെ ആമേൻ ചലിക്കുന്ന ഈ ഒരു പകലായി ഇന്ന് പ്രഭാതം മാറുവാൻ ഇടയായി തീരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആ കൃപയുടെ കരം നമുക്കനുകൂലമാണ്. ദൈവം ആമേൻ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ആമേൻ. ദൈവത്തെ കേൾക്കുന്നത്, ദൈവവചനം അനുസരിക്കുന്നത് അനുഗ്രഹത്തെ വെളിപ്പെടുത്തുന്ന ഉപാധികളിലൊന്നാണ്. അതെ, ഇന്ന് ഈ പകൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, മാനിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൻ്റെ കരങ്ങളാൽ ഉപയോഗപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ആമേൻ ദൈവവചനത്തെ കേൾക്കുവാനും വചനത്തെ അനുസരിക്കുവാനും വചനത്തെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാനും ഇടയായി തീരുമ്പോൾ അതൊരു വലിയ വിടുതലായിട്ട് ആമേൻ ഇന്ന് പ്രഭാതത്തിലും മാറുവാൻ ഇടയായി തീരുകയാണ്. അനുഗ്രഹത്തിൻ്റെ ചില ചാലുകൾ വെട്ടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതയാമത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആമേൻ, മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ ആമേൻ അനുഗ്രഹത്തിൻ്റെ ചാലാണ് നീ വെട്ടുന്നത്. ആമേൻ, ദൈവദാസന്മാരെ ആമേൻ ബഹുമാനിക്കുമ്പോൾ, അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആമേൻ ദൈവവചനത്തിനു വേണ്ടി നിൽക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ചില ചാലുകൾ നീ അവിടെ വെട്ടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ആമേൻ ഏലിയാവിന് ആമേൻ കൂടെ നിൽക്കുന്ന എലീശ, ദൈവത്തിന് സ്തോത്രം, അനുഗ്രഹത്തിൻ്റെ ഈ ഒരു ചാല് വെട്ടുകയായിരുന്നു. ഏലിയാവിൻ്റെ പിന്നാലെ അവൻ യാത്ര തുടരുമ്പോൾ ആമേൻ പലരും അവനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പലരും അവനെ അവിടെ പുറകോട്ട് പോകുവാൻ പറയുന്നുണ്ട്. ആമേൻ, നീ ഇവിടെ തന്നെ പാർത്തോ എന്ന് ഏലിയാവ് വരെ പറയുന്നുണ്ട്. എന്നാൽ എലീശ അനുഗ്രഹത്തിൻ്റെ ഈ ഒരു ചാല് വെട്ടാനായിട്ട് ആമേൻ തൻ്റെ സമയത്തെ, വിലപ്പെട്ട സമയത്തെ ഉപയോഗിക്കുവാനിടയായി. ആ അനുഗ്രഹത്തിൻ്റെ ചാലിലൂടെ ഏലിയാവിൻ്റെ അനുഗ്രഹം ആമേൻ ഇരട്ടിയായിട്ട് എലീശയുടെ മേൽ വരികയാണ്. ആമേൻ, നിൻ്റെ ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകൾ, ഈ സമയങ്ങൾ അനുഗ്രഹത്തിനെ നിന്നിലേക്കൊഴുക്കുന്ന ചില ചാലുകൾ വെട്ടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹാലലൂയ. ശമന ഹതുനീയ രഗതനീയ രഹസ്യന്ധന. അനുഗ്രഹം നിന്നിലേക്ക് അടുക്കാതെ വണ്ണം ആമേൻ അതിനെ നിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ മാറ്റിവിടുവാൻ പ്രതിയോഗിയായ പിശാച് പദ്ധതികൾ, പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ ഇന്ന് പ്രഭാതയാമത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു ചാല് ആമേൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വെട്ടുകയാണെന്ന് ദൈവസന്നദ്ധിയിലൊന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചില ചുവടുകൾ വെക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ. രൂത്ത് ആമേൻ അവൾ അമ്മാവിയമ്മയോട് ചേർന്ന് നിൽക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നതായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ആമേൻ രൂത്ത് ദൈവത്തോട് ചേർന്ന് ആമേൻ അമ്മാവിയമ്മയോട് പറ്റി നിൽക്കുകയാണ്. ആമേൻ, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ദൈവം.
ജനം. ഹല്ലേലൂയ! എത്ര മനോഹരമായ ആമേൻ നിമിഷങ്ങളാണത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ വാക്കിൽ പറഞ്ഞാൽ രൂത്ത് അവളുടെ അനുഗ്രഹത്തിൻ്റെ ചാലു വിട്ടുകയായിരുന്നു അവളുടെ അമ്മാവിയമ്മയോട് പറ്റിച്ചേരുക നിമിത്തം. നീ നിൻ്റെ അമ്മാവിയമ്മയോട് പറ്റിച്ചേരുക നിമിത്തം അനുഗ്രഹത്തിൻ്റെ ചില ചാലുകൾ വിട്ടുകയാണെന്ന് ഹൃദയത്തിലൊന്ന് വിശ്വസിക്കാൻ ഇടയായിത്തീർന്നാൽ എത്ര അനുഗ്രഹമായി തീർന്നേനെ. ഹല്ലേലൂയ! ഈ പ്രഭാതത്തിൽ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവികമായ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം അനുഗ്രഹത്തിൻ്റെ ചില ചാലുകൾ വെട്ടി അനുഗ്രഹിക്കപ്പെടുന്നവരായി ഞാനും നിങ്ങളും മാറണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ നിമിഷം ദൈവസന്നിധിയിൽ അതിനായി സമർപ്പിക്കുന്ന ഒരു മനസ്സ് നമ്മിൽ നിന്നുളവായി വരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ ചില ചാലുകൾ വെട്ടുവാൻ. ഹല്ലേലൂയ! അനുഗ്രഹത്തിൻ്റെ ചില ചാലുകൾ വെട്ടുവാൻ. യോസഫ് ഒരു സ്വപ്നം കണ്ടു. താൻ കണ്ട സ്വപ്നം മറ്റുള്ളവരോട് പറഞ്ഞു, തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, തൻ്റെ കുടുംബത്തിൽ പറഞ്ഞു. അത് തനിക്കൊരു വിനയായി മാറുവാനിടയായി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവൻ്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ അവൻ്റെ കൃപാവരം ജ്വലിക്കുവാനിടയായി തീർന്നപ്പോൾ സ്വപ്നം വ്യാഖ്യാനിക്കുക എന്ന കൃപാവരത്തെ അവൻ വ്യാപാരം ചെയ്യുവാനിടയായപ്പോൾ അനുഗ്രഹത്തിൻ്റെ ഒരു ചാല് അവൻ വെട്ടിയിടുകയായിരുന്നു. ഒരു സമയത്ത് തന്നെ ഓർക്കുമെന്ന് വിചാരിച്ച പാനപാത്രവാഹകൻ തന്നെ മറന്നെങ്കിലും അനുഗ്രഹത്തിൻ്റെ ചാല് ദൈവത്തിന് സ്തോത്രം, യോസഫ് വെട്ടിയിട്ടത് വെറുതെയായില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ ചാലിൽ കൂടെ, ആ അനുഗ്രഹത്തിൻ്റെ ചാലിൽ കൂടെ അനുഗ്രഹം നിന്നെ തേടി വരുവാനിടയായി തീരും. നീ നിൻ്റെ സഹോദരന് ചെയ്യുന്ന ഉപകാരങ്ങൾ, ചിലർക്ക് കൈത്താങ്ങ് കൊടുത്തത്, ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിച്ചത്, ഈ ദിവസങ്ങളിൽ യാതൊരു ബന്ധുവും സ്വന്തവുമല്ലാത്ത ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ കരുതിയത്, അതൊക്കെ നാളെയുടെ ദിനങ്ങളിൽ അനുഗ്രഹത്തെ നിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ചാലുകളാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾക്കെനിക്ക് വസ്ത്രം നൽകിയില്ല. കർത്താവ് പറഞ്ഞ വാക്കുകളാണിത്. എപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്? നിങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരന് ചെയ്തപ്പോൾ അതെനിക്ക് തന്നെയാ ചെയ്തത് എന്ന് കർത്താവ് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരന് ചെയ്യുന്നത് കർത്താവിന് ചെയ്യുന്നതാണ് എങ്കിൽ അനുഗ്രഹത്തിൻ്റെ ചാലുകൾ ഇന്ന് പകൽ ഒന്ന് വെട്ടുവാനിടയായി തീരട്ടെ. കൂട്ടു സഹോദരനെ സ്നേഹിക്കാം, കരുതാം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാം, പ്രാർത്ഥിക്കാം. അവരുടെ സങ്കടങ്ങളിൽ, വേദനകളിൽ അവരോട് കൂടെ നിൽക്കാം, അവരെ ആശ്വസിപ്പിക്കാം. അനുഗ്രഹത്തിൻ്റെ ചാലുകൾ വെട്ടിത്തുടങ്ങുന്ന ഒരു പ്രഭാതമായി ഇന്ന് പ്രഭാതം മാറട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയനാകുന്ന നല്ല കർത്താവേ, അനുഗ്രഹീതമായ നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ചില ചാലുകൾ വെട്ടുവാൻ ഇന്ന് പ്രഭാതത്തെ, ഈ പകലിനെ കർത്താവോടൊന്ന് ഞങ്ങൾക്ക് ഉപകാരമാക്കി തീർക്കണമേ. ഒരനുഗ്രഹത്തിൻ്റെ പകലാക്കി ഇന്ന് പകലിനെ മാറ്റണമേ. അനുഗ്രഹത്തിൻ്റെ ചാലുകൾ വെട്ടുന്ന ഈ ഒരു പകലായി ഇന്ന് പകൽ മാറട്ടെ. ദൈവനാമം മഹത്വമെടുക്കും. സകല മഹത്വവും കർത്താവിനർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ. കർത്താവ് ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ.